ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ട കാലഘട്ടത്തെ പറ്റി ആലോചിക്കുമ്പോൾ തെളിഞ്ഞു തുടങ്ങുന്നത് ഭയങ്കര ഒരു അപരിചിതത്വത്തിൽ നിന്ന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നടന്നു നീങ്ങിയതാണെന്ന് പറയുമ്പോൾ അത് ഏത് കാലഘട്ടമാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരു വള്ളവനാട്ടുകാരി എന്ന നിലയിൽ ഒരു ഗേൾസ് സ്കൂളിൽ, അതും ഒരു കോൺവെന്റ് സ്കൂളിൽ ലൈഫ് ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു ഒരു വേലിക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ജീവിതം പെട്ടെന്ന് പറിച്ചു നട്ട്, അതൊരു മിക്സഡ് സ്കൂളിൽ, അതും അത്യാവശ്യം എല്ലാവരും എന്താ പറയുക ഭയങ്കരമായിട്ട് അലമ്പൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് സ്കൂളിലേക്ക് പറിച്ചു നടപ്പെടുമ്പോൾ അവിടെ നമുക്ക് തോന്നുന്ന, അതും നമുക്ക് തീർത്തും അറിയാത്ത ഒരു സ്ഥലത്ത്, അവിടെ നമുക്ക് തോന്നുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു അപരിചിതത്വം ഉണ്ടായിരിക്കും. ഞാൻ ആ അപരിചിതത്വത്തിലേക്ക് നടന്നു നീങ്ങിയത് ഒരു ചെലങ്കിട്ട പാചരം വെച്ചിട്ടായിരുന്നു. അപ്പൊ തന്നെ എല്ലാ മനുഷ്യന്മാരും എന്നെ അങ്ങോട്ട് തിരിച്ചറിഞ്ഞു. അങ്ങനെ നടന്നു നീങ്ങി തിരിച്ചറിഞ്ഞു. നമ്മൾ ഈ പറഞ്ഞതുപോലെ എല്ലാവരോടും സംസാരിച്ചു. പക്ഷെ പെരുമാറ്റം അറിയാത്തത് കൊണ്ടാണോ, ഈ ഗേൾസിന്റെ ഇടയിൽ കിടന്ന് കറങ്ങിയതിന്റെ പ്രശ്നമാണോ എന്നറിയില്ല, ഈ അഹങ്കാരി എന്നുള്ള പേര്, ജാഡ എന്നുള്ള പേര്, ഇതൊക്കെയാണ് ആദ്യം വീഴുക. ബാംഗ്ലൂരിൽ നിന്ന് വന്ന പെൺകുട്ടിന്ന് വരെ എന്നെ അന്വേഷിച്ച് വന്നിട്ട് ചോദിച്ചവരുണ്ട്. എന്താ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ഇങ്ങനെ മെൽട്ടായി നമുക്ക് സ്വന്തമായിട്ടൊരു ഗ്യാങ് ഉണ്ടായി. ആ ഗ്യാങ്ങില് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് മെമ്മറീസ്, അത് പേരിനൊരു മിഠായി കഷ്ണം പങ്കുവെച്ചത് തൊട്ടിട്ട് ഗ്രീറ്റിംഗ് കാർഡ്സ് കൈമാറുന്നത്, ബർത്ത്ഡേ സെലിബ്രേഷൻസ്, തമ്മിൽ വീടുകളിൽ പോയിരുന്നത്, പറഞ്ഞിരുന്ന കഥകള്, കണ്ടിരുന്ന സ്വപ്നങ്ങള്, ഇതെല്ലാം അങ്ങോട്ട് ഏറ്റവും പ്രിയപ്പെട്ട മെമ്മറി ആയിട്ട് മാറി. അവസാനം അവിടുന്ന് പടിയിറങ്ങി പോന്നിട്ടും പ്രത്യേകിച്ച് ബാച്ച്മേറ്റ്സ് ഒന്നും ആയിട്ടും ഒരുപാട് ബന്ധമൊന്നും ഇല്ലെങ്കിൽ പോലും ആ ഒരു ഗ്യാങ് അതുപോലെ ഒരു കീപ്പ് ഇൻ ടച്ച് ആയിട്ടിരിക്കുന്ന അവസ്ഥ. ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ വേറെ ഏതോ ഒരു ലോകത്തിൽ പെട്ടതുപോലെ ചിന്തിക്കുന്നു വേണ്ട. നിങ്ങൾക്കൊക്കെ പറയാനില്ലെന്ന് എക്സ്ട്രീംലി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കഥയാണെങ്കിൽ പോലും ഇത് +2 ലൈഫ് തന്നെയാണ്. നമ്മുടെയൊക്കെ ഓർമ്മകളിൽ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് മാറുന്ന നമ്മുടെയൊക്കെ +2 ലൈഫ്. 10th വരെ പഠിച്ചിരുന്ന കുട്ടിക്കാല ജീവിതത്തിൽ നിന്നും ഓർമ്മപ്പെടുത്തലിൽ നിന്നും ഒക്കെ വിട്ടിട്ട് എന്നാൽ ഡിഗ്രി കോളേജ് ലൈഫിലേക്കൊന്നും എത്തിപ്പെടുകയും ചെയ്തിട്ടില്ലാത്ത ഒരു കാലഘട്ടം. ഓർമ്മപ്പെടുത്തലിൽ എല്ലാവർക്കും ഏകദേശം പ്രിയപ്പെട്ടതായിട്ട് മാറാമെങ്കിലും ഈ ഓർമ്മകളിൽ ഇത്തരം വ്യത്യസ്തത ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഓർമ്മകളും പങ്കുവയ്ക്കും. അപ്പൊ ബൈ.